കശ്മീർ കണ്ട് മടങ്ങുമ്പോൾ കേരളത്തിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾ രാത്രി 2 മണിക്ക് അമൃത്സർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കേരളത്തിലേക്കുള്ള അടുത്ത ട്രെയിൻ വെളുപ്പിന് 6 മണിക്കായിരുന്നു. ഈ ചെറിയ ഇടവേളയിൽ ഞങ്ങൾ കുറേ പേർ സുവർണക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ചു. ഓട്ടോയ്ക്ക് പെർ ഹെഡ് 20 രൂപ. പരമാവധി ആളുകൾക്ക് പോകാം. ഞങ്ങൾ 4-5 ഓട്ടോയിൽ അമൃത്സറിൽ എത്തി. സുവർണക്ഷേത്രം ലക്ഷ്യം വെച്ച് കാൽനടയായി യാത്ര തുടങ്ങി. നല്ല തിരക്കുള്ള നിരത്ത് ധാരാളം പേർ സുവർണക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട്. സുവർണക്ഷേത്രം കണ്ടു കഴിഞ്ഞ് തിരിച്ചും നടന്നു വരുന്നുണ്ട്. ടൈൽസ് ഇട്ട് മിനുസപ്പെടുത്തി ഭംഗിയാക്കിയ വഴികൾ എപ്പോഴും തൂത്ത് തുടച്ച് നനച്ച് വൃത്തിയായും മനോഹരവുമായി കാത്തുസൂക്ഷിച്ചിരിക്കുന്നു. ഇരുവശത്തും മനോഹരമായ വാസ്തുശില്പത്തിൽ തീർത്തെടുത്ത കെട്ടിടങ്ങൾ വരിവരിയായി നിലകൊള്ളുന്നു. അധികം കടകളില്ലെങ്കിലും എല്ലാം വാങ്ങാൻ കിട്ടും. ദൂരെ നിന്ന് ക്ഷേത്ര സമുച്ചയം ദൃശ്യമാകും. എന്തൊരു ഭംഗി, എന്തൊരു തിരക്ക്! ധാരാളം ആരാധകർ, ആണും പെണ്ണും കുട്ടികളും വൃദ്ധരും കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഊഴം കാത്ത് വിശ്രമിക്കുന്നത് അത്ഭുതമാണ്. ടെമ്പിളിൻ്റെ അകത്തേക്ക് കടക്കാൻ ചില ചിട്ടകളുണ്ട്. ബാസ്ക്കറ്റിൽ കരുതിയിട്ടുള്ള തുണി കൊണ്ട് തല മറയ്ക്കണം. അതുപോലെ കാല് കഴുകണം. അകത്തേക്ക് കയറുന്ന വഴിയിൽ ശുദ്ധമായ ജലം ഒഴുക്കി വിടുന്നു. അതിൽ ചവിട്ടി കാല് കഴുകി അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുപോലെ ചെരുപ്പ് സൂക്ഷിക്കാൻ ഫ്രീ കൗണ്ടർ വേറെയുമുണ്ട്. അകത്ത് സുവർണക്ഷേത്രം ദർശിക്കാനായി ഭക്തരുടെ നീണ്ട നിര. അവിടെയും ചില ചിട്ടകളുണ്ട്. വലിയ തിരക്കായതിനാലും സമയക്കുറവ് കൊണ്ടും ഞങ്ങൾ ദർശനത്തിന് കാത്തുനിന്നില്ല. വാസ്തുശില്പത്തിൽ നിർമ്മിതമായ കെട്ടിടങ്ങളും ശില്പങ്ങളും മനോഹരമായ രാത്രി ദൃശ്യങ്ങൾ, പ്രകാശപൂരിതമായ അന്തരീക്ഷം, വളരെ മനോഹരമായ ഈ പുണ്യസ്ഥലം കാണേണ്ടത് തന്നെ. നാമം സൂചിപ്പിക്കുന്നത് പോലെ സുവർണശോഭയിൽ തിളങ്ങുന്ന ഈ വിശുദ്ധമായ ടെമ്പിൾ വലിയൊരു അത്ഭുതം തന്നെ. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പട്ടണമാണ് അമൃത്സർ. സിഖ് മതവിശ്വാസികളുടെ പുണ്യസ്ഥലമാണ് അമൃത്സർ അഥവാ സുവർണ നഗരം. ഹർമന്ദർ സാഹിബ് എന്നും ദർബാർ സാഹിബ് എന്നും അറിയപ്പെടുന്നു. സിഖ് ഗുരുദ്വാരകളിൽ പ്രഥമവും അതിവിശുദ്ധവുമാണ് സുവർണക്ഷേത്രം. 4ാം സിഖ് ഗുരു ആയിരുന്ന ഗുരു രാംദാസ് ആണ് അമൃത്സർ നഗരം സ്ഥാപിച്ചത്. 5ാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവ് ആണ് സുവർണക്ഷേത്രം നിർമ്മിച്ചത്. 1588 ഡിസംബർ 28 മുസ്ലിം സൂഫിവര്യനായ സായി ഹസ്രത്ത് മിയാൻ മേർ ആണ് ഹർമന്ദിർ സാഹിബ് ശിലാസ്ഥാപനം നടത്തിയത്. വിശുദ്ധ ഗ്രന്ഥമായ ആദിഗ്രന്ഥത്തിൻ്റെ തിരുവെഴുത്ത് 1604 പൂർത്തിയാക്കി ഗുരുദ്വാരയിൽ സ്ഥാപിച്ചു. ഹർമന്ദിർ സാഹിബിന്
ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും കടന്നു വരാം എന്ന അർത്ഥത്തിൽ 4 വാതിലുകളുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ മഹാരാജ രഞ്ജിത് സിംഗ് പഞ്ചാബ് മേഖലയെ ബാഹ്യശക്തികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുകയും ഗോൾഡൻ ടെമ്പിൾ എന്ന നാമം അന്വർത്ഥമാക്കിക്കൊണ്ട് ഹർമന്ദിർ സാഹിബിൻ്റെ മുകൾ നിലകൾ സ്വർണം പൂശുകയും ചെയ്തു. നാനാജാതി മതസ്ഥർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ദൈവാരാധന നടത്താൻ കൂടിയാണ് ഗുരുദ്വാര സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിനംപ്രതി 1,00,000-ലധികം പേർ ആരാധനയ്ക്കായി ഇവിടെ എത്തുന്നു. ഇവിടുത്തെ സൗജന്യ അടുക്കള, അതായത് ലങ്കാർ, വളരെ പ്രശസ്തമാണ്. തീർച്ചയായും ഈ അത്ഭുത സൗധം ഒന്ന് കാണേണ്ടതും അതിൻ്റെ മാസ്മരികതയും അതിലെ ആരാധനാരീതികളും ആരാധനയും ഏവരും ഉൾക്കൊള്ളേണ്ടതും അത് നാനാത്വത്തിൽ ഏകത്വം മനസ്സിലാക്കേണ്ടതും തീർത്തും കൗതുകമുണർത്തുന്ന കാര്യമാണ്.